എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഈദ് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ഇളനീരിൻ്റെ ഫ്ലഷ് ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് വേണം നിർബന്ധമില്ല. കുറച്ചൊരു കട്ടിയുള്ളതായാലും മതി. ഏതാണോ കയ്യിലുള്ളത് അതെടുക്കാം. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിൻ്റെ പാക്കറ്റ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. പകുതി അളവിൽ മതി. അതിലേക്ക് അര ടീൻ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർക്കുന്നത്. ഈ ഒരു മധുരം അര ടീൻ ചേർത്താൽ നല്ല പാകമാണ്. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഇത് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരു സോഫ്റ്റ് പീക്കാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് പൾപ്പും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഐസ്ക്രീം നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി കഴിക്കുന്ന, നമ്മൾ നാച്ചുറൽസിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇളനീരിൻ്റെ വെള്ളം നമുക്കിതിന് ആവശ്യമില്ല, പൾപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാലും നല്ല ഫ്ലേവർ ഉണ്ടാവും. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. പാലൊക്കെ അലർജി ഉള്ളവർക്ക് ഫ്രഷ് ക്രീമിന് പകരം വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് ചേർക്കാം. നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചൂടുകാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഡെസേർട്ടാണ്. ഞാൻ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് ടെൻഡർ കോക്കനട്ടിൻ്റെ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒട്ടും ക്രിസ്റ്റലൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കുറച്ച് കോക്കനട്ട് പീസസ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് പീസസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നല്ല കറക്റ്റാണിത്. വേനൽക്കാലമാണ്, കുട്ടികൾക്ക് വെക്കേഷനും ഒക്കെയാണ്. അപ്പോൾ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ആദ്യം ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം. എന്നാൽ ഒട്ടും ക്രിസ്റ്റലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ വേപ്പർ വരാനുള്ള ഒരു വിടവ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഇങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് വരിക കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ ചെയ്താലും മതി. പക്ഷെ കുറച്ചും കൂടി സേഫായിട്ട് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഒട്ടും ക്രിസ്റ്റലും ഉണ്ടാവില്ല ഇതിന്. ചെയ്തതിന് ശേഷം വീണ്ടും ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്നും കൂടെ കവർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക്
ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കണം. ഒരു 12 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രീസറിൽ വെക്കണം, എന്നാലേ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തലേന്ന് രാത്രി വെച്ചത് പിറ്റേന്ന് രാവിലെയാണ് ഈ കാണിക്കുന്നത്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കവർ ചെയ്ത് വെച്ചുകൊണ്ട് അയച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ടാവും, എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഒട്ടി പിടിക്കാതെ നമുക്ക് ക്ലിംഗ് റാപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. പെർഫെക്റ്റായിട്ട് സെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം സ്കൂപ്പ് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽസിൽ നിന്നൊക്കെ കഴിക്കുന്ന ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് കോക്കനട്ട് പീസസും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈദിനുണ്ടാക്കി നോക്കുക. ഈദിനോ വെക്കേഷൻ ടൈമിലും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ചിലവൊന്നുമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. Thanks for watching.